നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിബിത, ഗവൺമെൻറ് IT മലമ്പുഴയിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് 2ാം വർഷ ട്രെയിനികളുടെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന പാഠഭാഗത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ് ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. Estimation is the method of calculating the various quantities and the expenditure to be incurred on a particular job or process. Estimation എന്ന് പറഞ്ഞാൽ ഒരു കാൽക്കുലേഷൻ ആണ്. ഒരു റഫ് കാൽക്കുലേഷൻ ചെയ്യുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുക. ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എത്ര ക്വാണ്ടിറ്റി വീതം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക. അതാണെന്ത് എസ്റ്റിമേഷൻ. Estimating is the process of preparing an approximation of quantities which is a value used as input data and it is derived from the best information available. അതായത് ഈ എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്കൊരു വർക്കിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് എത്ര വീതം വേണമെന്ന് കണക്ക് കൂട്ടുകയും അതിന് എത്ര തുക ചെലവ് വരുമെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഒരു റഫ് കാൽക്കുലേഷനാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. അതൊരു എക്സാക്റ്റ് വാല്യൂ ആയിരിക്കില്ല. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതിന് മുൻപാണ്, അതായത് ഈ ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേഷൻ നടത്തിയൊരു എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് ഈ വാല്യൂവിൽ തന്നെ നമ്മളുടെ എക്സ്പെൻസ് വന്ന് നിൽക്കില്ല. അപ്പോൾ ഇതൊരു റഫ് കാൽക്കുലേഷനാണ്. ആക്ച്വൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് എസ്റ്റിമേഷൻ. എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ മെറ്റീരിയൽ ഷോർട്ടേജ് ഒഴിവാക്കാം. അതുപോലെ ഫണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു എസ്റ്റിമേഷൻ ഇല്ല, ഒരു കണക്കുകൂട്ടലില്ലാതെയാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് ഫണ്ടിൻ്റെ ഷോർട്ടേജോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഷോർട്ടേജോ ഒക്കെ വെച്ച് പാതി വഴിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ വർക്ക് അവിടെ നിർത്തിവെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എസ്റ്റിമേഷൻ അത്യാവശ്യമാണ്. എസ്റ്റിമേറ്റിംഗ് ഈസ് ഡൺ ബൈ ദി എസ്റ്റിമേറ്റർ. എസ്റ്റിമേറ്ററാണ് എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. An estimate that turns out to be incorrect and exceeded the actual result is an overestimate. ഓവറെസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുല്ലോ എന്താണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ആക്ച്വൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂവും അതായത് എക്സ്പെൻസും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ്, അത് ആക്ച്വൽ റിസൾട്ട് കുറവായിട്ട് വരിക, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ കൂടുതലായിട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓവർ എസ്റ്റിമേറ്റ്. ആക്ച്വലി അത്ര ചിലവ് വരുന്നില്ല, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കുറവ് തുകയ്ക്ക് തന്നെ നമുക്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, ഓവർ എസ്റ്റിമേറ്റ്. ഇനി അണ്ടർ എസ്റ്റിമേറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് ദി എസ്റ്റിമേറ്റ് ഫെൽ ഷോർട്ട് ഓഫ് ദി ആക്ച്വൽ റിസൾട്ട് ഇറ്റ് ഈസ് ആൻ അണ്ടർ എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റ് ചെയ്ത തുകയേക്കാളും കൂടുതലായിട്ടാണ് എന്ത് വരുന്നത്, എക്സ്പെൻസ് വന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, അണ്ടർ എസ്റ്റിമേറ്റ്. എ കോസ്റ്റ് എസ്റ്റിമേറ്റ് കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ഓപ്പറേഷൻ. ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് തരുന്നതാണ്. ആക്ച്വൽ ചിലപ്പോൾ അതിൽ കൂടാം അല്ലെങ്കിൽ കുറയാം, പക്ഷേ എന്നാലും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ, ഒരു ഐഡിയ നമ്മൾക്ക് എന്തെന്ന് കിട്ടും, കോസ്റ്റ് എസ്റ്റിമേറ്റിൽ നിന്ന് കിട്ടും. എസെൻഷ്യൽ ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ preparing an estimate are drawings like plan, elevation and sections of important parts, detailed specifications about workmanship and properties of materials, standard schedule of rates of the current year. അതായത് ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യമായി ഡ്രോയിങ്സ് ലൈക്ക് പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് നടത്തുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ പ്ലാനും എലിവേഷനും സെക്ഷനിലും ഉണ്ടായിരിക്കണം, സെക്ഷണൽ വ്യൂസ്.
കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം, എന്തൊക്കെ, ഇപ്പോൾ വീടിൻ്റെയൊക്കെ കേസാണെങ്കിൽ ഡോർ എവിടെയാണ് വരിക, വിൻഡോസ് എവിടെയാണ് വരിക, വോൾസ് എവിടെയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ഡ്രോയിങ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടേക്ക് ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ കാൽക്കുലേഷൻ നടത്താൻ സാധിക്കും. അടുത്തത് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ അബൌട്ട് വർക്ക്മാൻഷിപ്പ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അതായത് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക്മാൻഷിപ്പ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള വർക്കേഴ്സിന് ആവശ്യമുണ്ട് അല്ലേ? ഇപ്പോൾ മെയ്സൺ വേണം, ഹെൽപ്പർ വേണം, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള വർക്കേഴ്സിനെ ആവശ്യമായിട്ടുണ്ട്. അത് ഓരോ ടൈപ്പ് ജോബിനും എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് വേണം, അങ്ങനെ അവരുടെ റേറ്റ് എത്രയാണ്, ഇതെല്ലാം നമുക്കൊരു എസ്റ്റിമേഷൻ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ ഘടകമാണ്. അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, റേറ്റ്, അതുപോലെ അവൈലബിലിറ്റി, ഇതെല്ലാം ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുമ്പോൾ ആവശ്യമാണ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഓഫ് ദി കറണ്ട് ഇയർ. നമ്മൾ മെറ്റീരിയൽസിൻ്റെ റേറ്റൊക്കെ സ്റ്റേബിൾ അല്ല, അത് വർഷം എന്താണ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ മാസം ഉണ്ടാകുന്ന റേറ്റ് ആവില്ല ഈ മാസം ഉണ്ടാവുന്നത്. വിപണിയിൽ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരാം. അപ്പോൾ ഏത് സമയത്താണോ എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നത് ആ കറണ്ട് ഇയറിലുള്ള റേറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എസ്റ്റിമേഷനിൽ ഉപയോഗിക്കേണ്ടത്. സ്റ്റെപ്സ് ടു ഫോം ആൻ എസ്റ്റിമേറ്റ് ആർ. എന്തൊക്കെ സ്റ്റെപ്സാണ് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ചോക്ക് ഔട്ട് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആൻഡ് ക്വാണ്ടിറ്റീസ് റിക്വയർഡ്. ആദ്യം തന്നെ എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമായത്, അത് എത്ര ക്വാണ്ടിറ്റി വീതം വേണ്ടി വരുമെന്നൊരു ലിസ്റ്റ് തയ്യാറാക്കുക. കൺസൾട്ട് ദി റേറ്റ് കാറ്റലോഗ് ഫോർ പ്രൈസിങ് ദി വേരിയസ് ഐറ്റംസ്. റേറ്റ് കാറ്റലോഗ് നോക്കി ഓരോ ഐറ്റത്തിൻ്റെയും വില കണ്ടുപിടിക്കുക. Assess the exact number of workers required to complete the job and after consulting the schedule of labor rate, add the labor cost to the estimate under preparation. അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള വർക്കേഴ്സിനെ ആവശ്യമാണല്ലേ. മെയ്സൺ വേണം, ഹെൽപ്പർ വേണം, ഇലക്ട്രീഷ്യൻ വേണം, പ്ലംബർ വേണം, അങ്ങനെ ഓരോ കാറ്റഗറിയിലും എത്ര വീതം വർക്കേഴ്സിനെ വേണം, അവരുടെ റേറ്റ് എത്ര വീതം വരും എന്നതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അത് എസ്റ്റിമേറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ആഡ് സൂപ്പർവിഷൻ ചാർജസ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ് പ്രോഫിറ്റ്. സൂപ്പർവിഷൻ ചാർജും എക്സിക്യൂട്ടേഴ്സ് പ്രോഫിറ്റ് കൂടി എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക? എസ്റ്റിമേഷൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ വെർ ദി വർക്ക് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദി കോൺട്രാക്ടർ ദ ടെൻഡേഴ്സ് ആർ ഫ്ലോട്ടഡ്. അതായത് നമുക്ക് ഗവൺമെൻറ് സെക്ടറിലുള്ള വർക്കുകളൊക്കെ ടെൻഡേഴ്സ് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ടെൻഡർ ക്ഷണിക്കും, എന്നിട്ട് അതിൽ നിന്നും സ്യൂട്ടബിളായ ഒരാൾക്ക് എന്ത് ചെയ്യും? ആ വർക്ക് കണ്ടക്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. നെക്സ്റ്റ്, ഹാൻഡ് ബുക്ക്. എ ഹാൻഡ് ബുക്ക് ഈസ് എ ടൈപ്പ് ഓഫ് റെഫറൻസ് ബുക്ക് ഓർ അതർ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് റെഡി റെഫറൻസ്. ഒരു ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റാണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബുക്കാണ്. പെട്ടെന്നുള്ള ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റെഡി റെഫറൻസ് ബുക്കാണ് എന്ത്? ഹാൻഡ് ബുക്ക്. എ ഹാൻഡ് ബുക്ക് ഈസ് സംടൈംസ് റെഫർ ടു ആസ് എ പോക്കറ്റ് റെഫറൻസ്. ചില സമയങ്ങളിൽ ഇതിനെ എന്തെന്ന് പറയാറുണ്ട്? പോക്കറ്റ് റെഫറൻസ് എന്നും പറയാറുണ്ട്. റെഫറൻസ് ബുക്കിനെ തന്നെ പോക്കറ്റ് റെഫറൻസ് എന്ന് പറയാറുണ്ട്. പെറീസ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ഹാൻഡ് ബുക്ക്, മാർക്ക് സ്റ്റാൻഡേർഡ് ഹാൻഡ് ബുക്ക് ഫോർ മെഷീൻ എഞ്ചിനീയർ, ദ CRC ഹാൻഡ് ബുക്ക് ഈസ് ഫോർ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. 3 എക്സാമ്പിളാണ്. കെമിക്കൽ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്ന ഹാൻഡ് ബുക്കാണ് പെറീസ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ഹാൻഡ് ബുക്ക്. അതുപോലെ മെഷീൻ എഞ്ചിനീയർ യൂസ് ചെയ്യുന്നതാണ് മാർക്ക് സ്റ്റാൻഡേർഡ് ഹാൻഡ് ബുക്ക്. അതുപോലെ ഫിസിക്സിനും കെമിസ്ട്രിക്കുള്ളതാണ് ദ CRC ഹാൻഡ് ബുക്ക്. നെക്സ്റ്റ്, റെഫറൻസ് ടേബിൾ. A reference table may mean a set of references that an author may have cited or gained inspiration from whilst writing an article.
It is similar to bibliography. It can also mean an information table that is used as quick and easy reference for things that are difficult to remember, such as comparing imperial with metric measurements. അതായത് ഒരു റെഫറൻസ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ടേബിളാണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാത്ത ചില കൺവേർഷൻസും കാൽക്കുലേഷനും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ടേബിളാണ് എന്ത്, റെഫറൻസ് ടേബിൾ. എക്സാമ്പിളായിട്ട് പറയുന്നത് ഇമ്പീരിയൽ ടു മെട്രിക് കൺവേർഷൻ. അതൊന്നും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. മില്ലിമീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാനും സെൻറ്റിമീറ്ററിന് മില്ലിമീറ്റർ ആക്കാനും അതുപോലെയുള്ളതൊന്നുമല്ല. ഈ ഡിഫിക്കൾട്ടായ കൺവേർഷൻസൊക്കെ ഒരു ടേബിൾ രൂപത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ത്, റെഫറൻസ് ടേബിൾ. ദിസ് കൈൻഡ് ഓഫ് ഡാറ്റ ഈസ് നോൺ ആസ് റെഫറൻസ് ഡാറ്റ. ഈ റെഫറൻസ് ടേബിളിൽ അടങ്ങിയിരിക്കുന്ന ഡാറ്റയെ പറയുന്നതാണ് റെഫറൻസ് ഡാറ്റ. നെക്സ്റ്റ്, പ്രൈസ് കാറ്റലോഗ്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ബുക്ക്ലെറ്റ് ഇൻ വിച്ച് ദ റേറ്റ്സ് ഓഫ് വേരിയസ് ടേംസ് ആർ ഇൻഡിക്കേറ്റഡ്. അതായത് നമ്മൾ വില വിവര പട്ടിക എന്നൊക്കെ പറയില്ലേ, ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റാണ് എന്ത്, പ്രൈസ് കാറ്റലോഗ്. നെക്സ്റ്റ്, ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ്. ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഫോം ഓഫ് ബുക്ക്ലെറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ ലേബർ റേറ്റ്സ്. ഒരു ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക്ലെറ്റാണ്. അതിലെന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ലേബർ റേറ്റ്, ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള വർക്കേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണെന്നോ അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബുക്കാണ് ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ്. ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ഡാറ്റ. ഓൾമോസ്റ്റ് ഓൾ ദി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് പബ്ലിഷ്ഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഓർ എസ്റ്റിമേറ്റിംഗ് ഡാറ്റ ടു ഫെസിലിറ്റേറ്റ് ദി പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ്. ഈ എസ്റ്റിമേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും എസ്റ്റിമേറ്റിംഗ് ഡാറ്റ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുക. ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ. ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ ഇൻക്ലൂഡ്സ് ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടക്ടർ സൈസ്. ഇലക്ട്രിക്കൽ എസ്റ്റിമേഷനിൽ വരുന്നതാണ് കണ്ടക്ടർ സൈസിൻ്റെ ഡിറ്റർമിനേഷൻ. അതായത് നമുക്കറിയാം ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വയറിങ്ങിന് വേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും അവയുടെ ക്വാണ്ടിറ്റി എത്രയാണെന്നും കോസ്റ്റ് എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യലാണെന്ന്. അപ്പോൾ ആദ്യമായി അതിൽ വരുന്നതാണ് കണ്ടക്ടർ സൈസിൻ്റെ ഡിറ്റർമിനേഷൻ. കാരണം കണ്ടക്ടർ സൈസ് ഡിറ്റർമിൻ ചെയ്താൽ മാത്രമേ ഓരോ സൈസിലുള്ള എത്ര കണ്ടക്ടേഴ്സ്, എത്ര ലെങ്ത് കണ്ടക്ടർ വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അതിൻ്റെ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കണ്ടക്ടർ സൈസ് ഡിറ്റർമിൻ ചെയ്യണം. കണ്ടക്ടർ സൈസ് ഡിറ്റർമിനേഷന് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. 1 കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, 2 വോൾട്ടേജ് ഡ്രോപ്പ്, 3 മിനിമം പെർമിസിബിൾ സൈസ്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. മിനിമം പെർമിസിബിൾ സൈസ്. മിനിമം പെർമിസിബിൾ സൈസ് ഓഫ് വയർ. Area of aluminium wire should not be less than 1.5 square mm and its single strand should not be less than 1.4 mm diameter. അതായത് അലുമിനിയം വയറിൻ്റെ ഏരിയ 1.5 സ്ക്വയർ മില്ലിമീറ്ററിനേക്കാൾ കുറയാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ സിംഗിൾ സ്ട്രാൻഡ് ആണെങ്കിൽ ഒരു 1.4 മില്ലിമീറ്ററിനേക്കാളും അതിൻ്റെ ഡയാമീറ്റർ കുറയാൻ പാടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ റേറ്റിംഗ് പറയുന്നത്. 1.5 സ്ക്വയർ mm ഏരിയയും സിംഗിൾ സ്ട്രാൻഡിൻ്റെ 1.4 mm ഡയാമീറ്ററും. ഇനി യു ജി കേബിളാണ്. യു ജി കേബിൾ മീൻസ് അണ്ടർഗ്രൗണ്ട് കേബിൾ. 2 തരത്തിലുണ്ട്, ഓവർ ഹെഡും ഉണ്ട്, അണ്ടർഗ്രൗണ്ടും ഉണ്ട്. ഓവർ ഹെഡ് ലൈനേക്കാളും സേഫാണ് അണ്ടർഗ്രൗണ്ട്, പക്ഷേ കോസ്റ്റ് ഹൈ ആയിരിക്കും. പിന്നെ ഫോൾട്ട് ക്ലിയറൻസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ കേസിൽ. ഫോൾട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ the area of conductor for 2-core cable should not be less than 6 square mm. അതായത് 2-core കേബിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ 6 സ്ക്വയർ mmനേക്കാളും കുറയാൻ പാടില്ല. ഏരിയ ഓഫ് കണ്ടക്ടർ ഫോർ 3.5 core കേബിൾ ഷുഡ് ബി 50 സ്ക്വയർ mm ഓർ മോർ. അതായത് 3.5 core കേബിൾ എന്ന് വെച്ചാൽ 3 ഫേസിനും ഒരു ഹാഫ് കോർ കേബിൾ വരുന്നത് എർത്തിൻ്റെയാണ്. 3.5 core കേബിൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 50 സ്ക്വയർ മില്ലിമീറ്ററിനേക്കാൾ കുറയരുത്. കൂടുതലാവാം, കുഴപ്പമില്ല. നെക്സ്റ്റ് ACSR. ACSR എന്ന് പറഞ്ഞാൽ അലുമിനിയം കോർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഒരു
അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ വെച്ചിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്ത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വെച്ചിട്ട് റീഇൻഫോഴ്സ് ചെയ്തതാണ് ACSR. The size of ACSR should not be less than 6 by 0.83 inch. ഒരു ACSR കണ്ടക്ടറിൻ്റെ സൈസ് 6 by 0.83 ഇഞ്ചിനേക്കാളും കുറയരുത്. ഇനി അത് മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ഇഞ്ചിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 6 by 1/21.08. 0.83 ഇഞ്ചിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് എന്ത് 21.08 mm. ഹാവിങ് ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആസ് 20.71 സ്ക്വയർ mm. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ് 20.71 സ്ക്വയർ മില്ലിമീറ്റർ. നെക്സ്റ്റ് കണ്ടക്ടർ സൈസ് കാൽക്കുലേഷൻ ഫോർ ഇൻറ്റേർണൽ ഡൊമസ്റ്റിക് വയറിംഗ്. ഡൊമസ്റ്റിക് വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൗസ് ഹോൾഡ് വയറിംഗ്. ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി കൺസിഡേർഡ് ഈസ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, വോൾട്ടേജ് ഡ്രോപ്പ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയറിങ്ങിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, രണ്ടാമത്തത് വോൾട്ടേജ് ഡ്രോപ്പ്. കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസസിലുള്ള വയേഴ്സ് ഡിഫറെൻറ്റ് റേറ്റിംഗ് ആണ് കാണിക്കുക. അതായത് 1.5 സ്ക്വയർ mm വയർ ക്യാരി ചെയ്യുന്ന കറണ്ട് ഒരു 10 ആംപിയറൊക്കെ വരെയാണ് എന്ത് ചെയ്യുക അതിന് ക്യാരി ചെയ്യാൻ പറ്റുക. അതുപോലെ ഒരു 2.5 mm സ്ക്വയർ വയേഴ്സ് ആണെങ്കിൽ 15 ആംപിയർ വരെ ക്യാരി ചെയ്യാൻ പറ്റും. അതായത് 15 ആംപിയർ കറണ്ട് വരെ ഒരു ഫെയിലിയർ ഇല്ലാതെ ആ കണ്ടക്ടറിൽ കൂടെ കടത്തിവിടാൻ സാധിക്കും. അതുപോലെ വോൾട്ടേജ് ഡ്രോപ്പ്. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ എല്ലാ സർക്യൂട്ടിലും ഉണ്ടാവും വോൾട്ടേജ് ഡ്രോപ്പ്. പക്ഷേ അതൊരു പെർമിസിബിൾ ലിമിറ്റിലാണെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് അതായത് ഓമിക് ഡ്രോപ്പ് IR ഡ്രോപ്പാണ് വരുന്നത്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V = I/R. ആസ് പെർ ഓംസ് ലോ ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ഓമിക് ഡ്രോപ്പ് എല്ലാ സർക്യൂട്ടിലും ഉണ്ടാവും. ആ ഡ്രോപ്പ് ഒരു പെർമിസിബിൾ ലിമിറ്റിലാണെങ്കിൽ എക്യുപ്മെൻറ്റ്സൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എത്രയാണ് ആ പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് നോക്കാം. ലൈറ്റിംഗ് സർക്യൂട്ടിൽ പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് 2% ഓഫ് ദി സപ്ലൈ വോൾട്ടേജ് പ്ലസ് 1 വോൾട്ട്. അതായത് സപ്ലൈ വോൾട്ടേജിൻ്റെ 2% പ്ലസ് 1 വോൾട്ട്. അതായത് ഇപ്പോൾ ഒരു 220 വോൾട്ടേജ് ആണ് നമ്മളുടെ സപ്ലൈ വോൾട്ടേജ് എങ്കിൽ അതിൻ്റെ ഒരു 2% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര വരും 4.4 വോൾട്ട്. ആ 4.4ൻ്റെ കൂടെ ഒരു 1 വോൾട്ട് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 5.4 വോൾട്ട് വരെ അതിൽ പെർമിസിബിളാണ്, അലൗഡാണ്. എക്യുപ്മെൻറ്റ്സ് ഒന്നും ഫെയിലിയർ ഇല്ലാണ്ട് വർക്ക് ചെയ്യും. അത് പെർമിസിബിളായ വാല്യൂ ആണ്. അപ്പോൾ 230 വോൾട്ട് സപ്ലൈ ആണെങ്കിൽ 4.6 പ്ലസ് 1 5.6 വോൾട്ട് വരെ ആ സർക്യൂട്ടിൽ അലൗഡാണ്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ലോഡ്സിൻ്റെ കേസിൽ എത്രയാണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ലോഡ്സിൽ the maximum voltage drop at the extreme end equipment or motor should not be more than 5% of the declared supply voltage. ഒരു ഇൻഡസ്ട്രിയൽ ലോഡിൽ അതായത് ഇൻഡസ്ട്രീസിൽ നമ്മൾ ഫാക്ടറീസിലൊക്കെ ഉണ്ടാകും മറ്റേ ഹെവി ലോഡ് കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ 5% ഓഫ് സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടാൻ പാടില്ല. വോൾട്ടേജ് ഡ്രോപ്പ് സപ്ലൈ വോൾട്ടേജിൻ്റെ 5%നേക്കാളും കൂടരുത്. Next, for estimation in the electrical wiring, following details are to be prepared. Electrical estimation ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഒന്നാമത്തത് പൊസിഷൻ ഓഫ് ഇലക്ട്രിക്കൽ പോയിന്റ് ഇൻ ഈച്ച് ഏരിയ ഓഫ് ദി ഹൗസ് ബേസ്ഡ് ഓൺ കൺസ്യൂമേഴ്സ് റിക്വയർമെൻറ്റ്. അതായത് കൺസ്യൂമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇലക്ട്രിക്കൽ പോയിൻറ്റ്സിൽ പൊസിഷൻ ചെയ്യണം. അതായത് ഫാൻ പോയിൻ്റ് എവിടെയാണ്, അതുപോലെ ലൈറ്റ് പോയിൻ്റ് എവിടെ വേണം, 5 ആംപിയർ സോക്കറ്റ് എവിടെ വെക്കണം, 15 ആംപിയർ സോക്കറ്റ് എവിടെ വെക്കണം, അങ്ങനെ ഓരോന്നിൻ്റെയും പൊസിഷൻ കൺസ്യൂമറിൻ്റെ ആവശ്യപ്രകാരം ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടേക്കുള്ള വയേഴ്സിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, പ്രിപ്പയർ എ ലേ ഔട്ട് ഓഫ് വയറിംഗ് ഓൺ ദി ബിൽഡിംഗ് പ്ലാൻ.
ബിൽഡിംഗ് പ്ലാൻ അനുസരിച്ച് ഒരു വയറിംഗ് ലേഔട്ട് തയ്യാറാക്കണം. കാൽക്കുലേറ്റ് ടോട്ടൽ കണക്റ്റഡ് ലോഡ് ആൻഡ് ടൈപ്പ് ഓഫ് ലോഡ് ടു ഡിസൈഡ് വെദർ 3-phase ഓർ സിംഗിൾ ഫേസ് സപ്ലൈസ് റിക്വയർഡ്. നമ്മളുടെ ഒരു വീടിൻ്റെ കേസാണെങ്കിൽ അതെടുത്തിട്ട് എവിടെയൊക്കെയാണ് ഏതൊക്കെ ഫിറ്റിങ്സും ലൈറ്റിംഗൊക്കെ വരുന്നത് അതിൻ്റെ എല്ലാം ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര വാട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും. ഇപ്പോൾ 10 ഫാൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു ഫാനിൻ്റെ റേറ്റിംഗ് എത്രയാണോ ആ റേറ്റിംഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ കാണുക. അതുപോലെ ലൈറ്റ് പോയിൻറ്റ്സ് എത്രയുണ്ടെന്ന് അതിൻ്റെ വോൾട്ടേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അത് കാണുക. മോട്ടർ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, അങ്ങനെ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണോ നമ്മൾ വീടുകളിലുള്ളത് അതിൻ്റെ റേറ്റിംഗ് വെച്ച് ടോട്ടൽ വാട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ആ വീട്ടിലേക്ക് സിംഗിൾ ഫേസ് സപ്ലൈ ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്, 3-phase സപ്ലൈ ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ. പ്രിപ്പയർ എ സർക്യൂട്ട് ഡയഗ്രാം ഷോയിങ് കണക്ഷൻസ് ആൻഡ് നമ്പർ ഓഫ് ലൈറ്റിംഗ് ആൻഡ് പവർ സർക്യൂട്ട്സ്. ഒരു സർക്യൂട്ട് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യണം. അതിലെന്തൊക്കെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റിംഗ് സർക്യൂട്ട് എത്രയുണ്ട്, പവർ സർക്യൂട്ട് എത്രയുണ്ടെന്ന് കാണിച്ചിരിക്കണം. അതായത് നമ്മൾ മെയിൻ സർക്യൂട്ടിനെ സബ് സർക്യൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ് സർക്യൂട്ടിലൊരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിന് മാത്രം എന്ത് ചെയ്താൽ മതി, ഐസൊലേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങളിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഒരു ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ വരുന്നത് മാക്സിമം 800 watts, അതായത് 10 ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ആണ് അലൗഡ് ആയിട്ട് ആസ് പെർ IE റൂൾസ്. നമുക്ക് 800 watts ആണ് ഒരു ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ. അതുപോലെ പവർ സബ് സർക്യൂട്ട് ആണെങ്കിൽ 3000 watts വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. 3000 വാട്ടിന് മേലെയാണ് പവർ സർക്യൂട്ടിൽ വരണമെങ്കിൽ ഒരു അനദർ സബ് സർക്യൂട്ട് കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യണം. അതിലെന്തൊക്കെ വ്യക്തമായി കാണിക്കണം, നമ്പർ ഓഫ് ലൈറ്റിംഗ് ആൻഡ് പവർ സർക്യൂട്ട്സ് എത്രയാണെന്ന് കാണിച്ചിരിക്കണം. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ആക്സസറീസ് ടു ബി പ്രൊക്യൂർഡ്. എന്തൊക്കെ ഇലക്ട്രിക്കൽ ആക്സസറീസ് ആണ് വാങ്ങേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ഓഫ് കേബിൾസ് റിക്വയർഡ് ബേസ്ഡ് ഓൺ ദി ലോഡ്, വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് നമ്പർ ഓഫ് കേബിൾസ് ഇൻ ഈച്ച് സർക്യൂട്ട് റൺ. അതായത് ഡിഫറെൻറ്റ് സൈസസിലുള്ള വയേഴ്സ് ക്യാരി ചെയ്യുന്ന കറണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ആവശ്യത്തിനും അനുയോജ്യമായ കണ്ടക്ടർ സൈസ് ഡിറ്റർമിൻ ചെയ്യുകയും അവിടേക്ക് ആവശ്യമായ ലെങ്ത് ഓഫ് കണ്ടക്ടർ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുക. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഓഫ് ബാറ്റൺ, PVC casing and capping, PVC or metal conduit required based on the load, voltage drop and number of cables in each circuit run. ഓരോ ഡിഫറെൻറ്റ് സൈസസിനും ആവശ്യമായ PVC കോണ്ടിറ്റും മെറ്റൽ കോണ്ടിറ്റോ ഏതൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് ഹാർഡ്വെയർസ് ലൈക്ക് സ്ക്രൂ, നെയിൽസ് എക്സെട്ര റിക്വയർഡ് ടു എക്സിക്യൂട്ട് ദി ജോബ്. അതായത് നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ നടത്താൻ ആവശ്യമായ സ്ക്രൂസും നെയിൽസും എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. കാൽക്കുലേറ്റ് ദി ലേബർ ചാർജസ് ഫോർ എൻറ്റയർ വയറിംഗ്. ഒരു വയറിംഗ് ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രീഷ്യൻ്റെ റേറ്റ് എത്രയാണെന്ന് റേറ്റ് അനുസരിച്ചിട്ട് എത്ര കോസ്റ്റ് വരുമെന്ന് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ആക്സസറീസ്, ബേസ് മെറ്റീരിയൽസ് ലൈക്ക് ബാറ്റൺ, കോൺഡ്യൂട്ട്, PVC casing and capping, കേബിൾസ്, ഹാർഡ്വെയർ ആൻഡ് ലേബർ ചാർജസ്. ഇലക്ട്രിക്കൽ ആക്സസറീസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ് മെറ്റീരിയൽസിൻ്റെയും കോൺഡ്യൂട്ടിൻ്റെയും PVC കേസിങ്ങും ക്യാപ്പിങ്ങും കേബിൾസ്, അങ്ങനെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഇലക്ട്രിക് വയറിംഗ് ചെയ്യാൻ ആവശ്യമായ ആക്സസറീസിൻ്റെ എല്ലാം റേറ്റ് അനുസരിച്ച് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് വയറിംഗ് ഇൻക്ലൂഡിംഗ് 5% കണ്ടിജൻസീസ് ഫോർ ദി അൺഫോർസീൻ ഐറ്റംസ് ആൻഡ് വേരിയേഷൻ ഇൻ പ്രൈസസ്. അതായത് നമ്മൾ ഈ കോസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ കൂടെ ഒരു 5% എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഐറ്റംസ് നമ്മൾ മറന്നു പോയിണ്ടാവും. അപ്പോൾ ആ ഐറ്റംസ് അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയ എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5% കൂടി എക്സ്ട്രാ ഈ കോസ്റ്റിൻ്റെ കൂടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ അടുത്തൊരു പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.